dears, welcome back. This is our second and last class for the essay The Feminist Novelist by Elaine Showalter from Women's Writing, 6th semester BA English. Yes, we already discussed previous university questions from this part and the first part of this essay. Okay, now let us move to the rest of the part. വിക്ടോറിയൻ പീരീഡിലെ 19th സെഞ്ച്വറിയിലെ സ്ത്രീകൾ വുമൻസ് റൈറ്റേഴ്സ് അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ലാസ്റ്റ് ഭാഗത്ത് പറഞ്ഞ സെക്ഷൽ റിലേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വെനറൽ ഡിസീസിൻ്റെ സ്പ്രെഡുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായ പീഡനങ്ങൾ ഒക്കെ കാരണമായി മെനി വിക്ടോറിയൻ ഫെമിനിസ്റ്റ് ഡിസ്ഗസ്റ്റഡ് സെക്സ് ആൻഡ് were terrified by childbirth. They disliked, ഡിസ്കസ്ഡ് എന്ന് പറയുമ്പോൾ ഇൻറ്റൻസ് ഡിസ്ലൈക്കാണ്, അതിശക്തമായ രീതിയിൽ തന്നെ അതിനെ വെറുക്കുകയും അതിനോട് നോ പറയുകയും അതുപോലെ പ്രഗ്നൻ്റ് ആകുന്നതും അവർക്ക് ബേർത്ത് നൽകുന്നതുമൊക്കെ വല്ലാത്ത പേടിപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. This veneration of motherhood and repugnance to intercourse led feminists to have many peculiar fantasies. They do not need men to produce children. Women were thinking of freeing themselves from men and to have virgin births. They wanted to be liberated from menstrual cycle. But these are all fantasies and cannot be put into practice in future. In order to break away from the male clutches, the feminists had an urge to be male. Women writers were in hurry to become male, as we witness Oliver Schreiner's heroine muses. How nice it would be to be an man. ഒരു മദർ എന്ന രീതിയിലുള്ള അവരുടെ റെസ്പെക്റ്റും അവരുടെ ഒരു മഹാത്മ്യവും അതുപോലെ റീപഗ്നൻസ്, ഇൻകോമ്പറ്റബിലിറ്റി, സെക്ഷൽ ഇൻ്റർകോഴ്സിനോടുള്ള ഒരു കുടുംബമായി അല്ലെങ്കിൽ പുരുഷന്മാരുമായി സമ്പർക്കത്തിൽ സഹവസിച്ച് ജീവിക്കാനുള്ള റീപഗ്നൻസ്, വൈമുഖ്യം, അതിനോടുള്ള വെറുപ്പ്, അതെല്ലാം ഫെമിനിസ്റ്റുകളെ പുതിയൊരു സ്വപ്ന ലോകത്തേക്ക്, ഫാൻറ്റസിയുടെ ലോകത്തേക്ക്, സാങ്കല്പികമായ ചില സ്വപ്നങ്ങൾ നെയ്യുന്നതിലേക്ക് അവരെത്തിച്ചു. പുരുഷന്മാരെ പൂർണ്ണമായി ഒഴിവാക്കാൻ, അതായത് പ്രഗ്നൻ്റ് ആവാൻ പോലും, മക്കളുണ്ടാകുന്നതിന് പോലും പുരുഷന്മാരെ ആശ്രയിക്കാതെ, അവരെ ആവശ്യമില്ലാതെ അത്തരം ബന്ധങ്ങളിൽ നിന്ന്, ഉത്തരവാദിത്തങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായി സ്വതന്ത്രമായി ഒരു വെർജിനായി ജീവിക്കാൻ വരെ അവർ ആ കാലത്ത് ആഗ്രഹിച്ചിരുന്നു എന്നതാണ്. മാത്രമല്ല, പ്രഗ്നൻ്റ് ആകുന്നതുമായി ബന്ധപ്പെട്ട ആങ്സൈറ്റിയാൽ മെൻസ്ട്രൽ സൈക്കിളിൽ നിന്ന് വരെ, അതിൽ നിന്ന് വരെ ലിബറേറ്റ് ആവാൻ അവരാഗ്രഹിച്ചിരുന്നു എന്നതാണ്. But all these are fantasies and cannot be put into practice. തീർച്ചയായിട്ടും ഒരു മനുഷ്യനായി ജീവിക്കുന്നിടത്തോളം കാലം ഇതെല്ലാം ഒരു ഫാൻറ്റസി ലോകത്തെ വെറും സാങ്കല്പികമായ കാര്യങ്ങൾ മാത്രമാണ്, യഥാർത്ഥ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയാത്ത സങ്കല്പങ്ങൾ മാത്രമാണ് എന്ന് അവർ പിന്നീട് തിരിച്ചറിയേണ്ടായി. മാത്രമല്ല, ഒരു കുടുംബമായി, ഒരു പുരുഷനുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോഴുണ്ടാകുന്ന ബന്ധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അതവർക്ക് വല്ലാതെ അസഹ്യമായി തോന്നിയതിൻ്റെ പേരിൽ പുരുഷനാവാൻ വേണ്ടി വരെ അന്നത്തെ സ്ത്രീകൾ ആഗ്രഹിച്ചിരുന്നു എന്നതാണ്. വുമൺ റൈറ്റേഴ്സ് വേർ ഇൻ ഹറി ടു ബിക്കം മെയിൽ. അവരുടെ കൃതികളിൽ പോലും അത്തരത്തിലുള്ള ചില കഥാപാത്രങ്ങളെ കാണാം. ഒലിവർ ശ്രീനറിൻ്റെ നോവലിലെ ഹീറോയിൻ ആഗ്രഹിക്കുന്നത് പോലെ ഹൗ നൈസ് ഇറ്റ് വുഡ് ബി ടു ബി എ മാൻ. ഒരു പുരുഷനായി ജീവിക്കുക എന്നത് എത്ര സുഖമുള്ള കാര്യമാണ്, എത്ര സന്തോഷമുള്ള കാര്യമാണ് എന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ അന്ന് അവർ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാനുള്ള വഴികൾ അവർക്കറിയാത്തതിൻ്റെ പേരിലോ, അതല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്നതിനേക്കാൾ അന്നത്തെ പ്രശ്നങ്ങൾ അതിതീവ്രമായതിൻ്റെ പേരിലാവണം ഇത്തരത്തിൽ വുമൺ റൈറ്റേഴ്സൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരം സാമൂഹികമായ പ്രശ്നങ്ങളുടെയൊക്കെ റിസൾട്ട് അവരുടെ എഴുത്തിനെ, ലിറ്ററേച്ചറിനെയൊക്കെ ബാധിച്ചിരുന്നു എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. The feminist writers were diseased with psychosomatic illness and stress disease, and this affected their literary outcome. They began to produce less and less literature. Though they were spared of a 3-decade novelists, they found it difficult to write books. Writers like Eleanor Marx, Calicut, Adela Nicholson, and Amy Levy, because of this writer's block, committed suicide. മാനസികമായ പ്രശ്നങ്ങൾ കാരണം അത് പിന്നീട് ശാരീരികമായ ഫിസിക്കൽ രോഗങ്ങളാകുന്ന അവസ്ഥയാണ് സൈക്കോസോമാറ്റിക് ഇൽനെസ് എന്ന് പറയുന്നത്.
ഇത്തരം സാമൂഹികമായ വ്യക്തിപരമായ സ്ത്രീകളെ സംബന്ധിച്ച ഇങ്ങനെ നിരന്തരമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് ക്രമേണ അവരുടെ ശാരീരികമായ മറ്റു അസ്വസ്ഥതകളിലേക്കും വലിയ രോഗങ്ങളിലേക്ക് എത്തുകയും സ്ട്രെസ്സൊക്കെ വരികയും ചെയ്ത് പിന്നീട് അത് അവരെ ലിറ്റററി ഔട്ട്കമ്മിനെ തന്നെ എഴുതുന്നതിനെയൊക്കെ തന്നെ ക്രമേണ ബാധിക്കാൻ തുടങ്ങി. ഇക്കാരണത്താൽ തന്നെ അന്ന് സ്ത്രീകൾ എഴുതുന്ന സ്ത്രീകളുടെ ലിറ്ററേച്ചർ വളരെ കുറവായിരുന്നു. മെയിൽ റൈറ്റേഴ്സ് എഴുതുന്നത് പോലെ അന്നത്തെ മെയിൽ റൈറ്റേഴ്സ് എഴുതിയിരുന്ന ഡെക്കർ നോവൽസ്, ധാരാളം വോള്യങ്ങളുള്ള നോവൽ എഴുതുന്ന രീതി മുമ്പേ അവർ ഒഴിവാക്കിയതാണ്. പകരം ചെറിയ ബുക്കുകൾ, ചെറിയ നോവൽസൊക്കെയാണ് അവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. നേരത്തെ നാം പറഞ്ഞതാണ്. പക്ഷേ ഇത്തരം ചെറിയ പുസ്തകങ്ങൾ എഴുതുന്നത് പോലും അവർക്ക് വല്ലാതെ ഡിഫിക്കൽട്ടായിരുന്നു. മാത്രമല്ല ധാരാളം വുമൺ റൈറ്റേഴ്സ് ഇക്കാരണത്താൽ മാനസികമായ ഇത്തരം സംഘർഷങ്ങളാൽ ശാരീരികമായ രോഗങ്ങളാലൊക്കെ സൂയിസൈഡ് ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് we were introduced Oliver Schreiner, a feminist writer of that time. Yes, she was paradoxical feminist, a dedicated writer who could never finish a book, a feminist who hated being a woman. ആ കാലത്തെ പ്രധാനപ്പെട്ട ഒരു വുമൺ റൈറ്ററാണ് ഒലിവർ ശ്രീനർ. നേരത്തെ ഷോർട്ട് ആൻസർ ഡിസ്കസ് ചെയ്ത സമയത്ത് അവരുടെ സ്വീഡനം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. Yes, she was paradoxical feminist. Having contradictory figure ആയിരുന്നു. വിരോധ സ്വഭാവങ്ങൾ കാണിക്കുന്ന, പ്രത്യക്ഷത്തിൽ വിരോധ സ്വഭാവങ്ങൾ കാണിക്കുന്ന ഒരു ഫെമിനിസ്റ്റ് ആയിരുന്നു. എ ഡെഡിക്കേറ്റഡ് റൈറ്റർ ഹൂ കുഡ് നോട്ട് നെവർ ഫിനിഷ് എ ബുക്ക്. അപ്പോൾ മാനസികമായ ഒരുപാട് സംഘർഷങ്ങളാൽ ദുരിതമനുഭവിക്കുന്ന മറ്റു സ്ത്രീകളെയൊക്കെ ആലോചിച്ചുകൊണ്ട് അവർ മാനസികമായ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണമായി പുസ്തകം പോലും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു ഡെഡിക്കേറ്റഡായ ഫെമിനിസ്റ്റ് റൈറ്ററാണ്. എ ഫെമിനിസ്റ്റ് ഹൂ ഹേറ്റഡ് ബീങ് എ വുമൺ. സ്ത്രീയുടെ അന്നത്തെ സാഹചര്യം മനസ്സിലാക്കി ഒരു സ്ത്രീയായി ജീവിക്കാൻ പോലും ഹേറ്റ് ചെയ്തിരുന്ന ഒരു ഫെമിനിസ്റ്റ് റൈറ്ററായിരുന്നു. അതുപോലെ മറ്റുള്ള സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന, അവരുടെ പ്രോബ്ലംസുകളും കൂടി എഴുത്തിലൂടെയും മറ്റൊക്കെ എടുത്തു കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഷീ തിങ്സ് ഇറ്റ് ഈസ് ഓഫുൾ ടു ബി എ വുമൺ. ഒരു വുമണായി ജീവിക്കുക എന്നുള്ളത് വല്ലാത്ത ഭീകരമായ പ്രയാസകരമായ ഒരു കാര്യമായിട്ടാണ് അവൾ ചിന്തിക്കുന്നത്. ദെൻ ഷീ അഡോപ്റ്റഡ് ദ സീഡനം റാൽഫ് അയൺ എന്ന തുലികനാമമാണ് അവൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ എല്ലാ നോവലുകളും സ്ത്രീകൾക്ക് വേണ്ടി, അവരുടെ പ്രയാസങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നതായിരുന്നു. പ്രധാനമായും ദ സ്റ്റോറി ഓഫ് ആൻ ആഫ്രിക്കൻ ഫാം ആൻഡ് ഫ്രം മാൻ ടു മാൻ. ഇതിലൊക്കെ തന്നെ വല്ലാത്ത നിയന്ത്രണങ്ങളിൽ, കാരാഗ്രഹങ്ങളിൽ, രോഗമായ അവസ്ഥയിലൊക്കെ വളരെ ഫ്രൈറ്റ്ഫുൾ, ഭീകരമായ, ബീഭത്സമായ, പൈശാചികമായ തലത്തിൽ ജീവിക്കുന്ന സ്ത്രീകളെക്കുറിച്ച്, അവരുടെ സ്റ്റേറ്റ്സ് ആൻഡ് കണ്ടീഷനെക്കുറിച്ചൊക്കെയാണ് പിക്ചർ ചെയ്യുന്നത്, ചിത്രീകരിക്കുന്നത്. അവരുടെ നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായ എം ആൻഡ് ബേബി ബേർട്ടി, ദേ ആർ വിക്ടിംസ് ഓഫ് ഫിസിക്കൽ ഓപ്രഷൻ ആൻഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ആസ് ദ റിസൾട്ട് ഓഫ് വിച്ച് ദേ ഗ്രോ ഗ്രൊട്ടസ്ക്യൂ, സ്വോളൻ ആൻഡ് ഡിസ്ട്രക്റ്റീവ്. ഈ കഥാപാത്രങ്ങൾ ഫിസിക്കൽ പീഡനങ്ങൾക്ക്, മർദ്ദനങ്ങൾക്ക്, അതുപോലെ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനൊക്കെ ഇരയായിരുന്ന കഥാപാത്രങ്ങളാണ്. അതിൻ്റെയൊക്കെ ഫലമായി വല്ലാത്തൊരു വികൃതമായ രൂപങ്ങളിലേക്ക് അവർ മാറിയിട്ടുണ്ടായിരുന്നു. ഡിസ്റ്റോർട്ടഡ് ആൻഡ് അൺനാച്ചുറൽ ഇൻ ഷേപ്പ് ആൻഡ് സൈസ്. ഒരു അബ്നോർമൽ തലത്തിലേക്ക്, വികൃതമായ രൂപത്തിലേക്ക്, സ്വോളൻ ആൻഡ് ഡിസ്ട്രക്റ്റീവ്, ആകെ തകർന്ന ജീവിതമായിരുന്നു അവരൊക്കെ നയിച്ചിട്ടുണ്ടായിരുന്നത്. അത്തരം കഥാപാത്രങ്ങളിലൊക്കെ അന്നത്തെ സ്ത്രീ സമൂഹം അനുഭവിച്ചിരുന്ന പ്രയാസങ്ങളൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നെക്സ്റ്റ് വി സി ലിൻഡൽ, എ നൊട്ടബിൾ ശ്രീനസ് ഹീറോയിൻ. As Schreiner's Linndel in the story of an African farm is the first wholly serious feminist heroine in the English novel. Through Lindel's monologue, Schreiner analyzed the connections between sex role conditioning, narcissism, parasitism and frustration. ഒലിവർ ശ്രീനറിൻ്റെ മറ്റു പ്രധാനപ്പെട്ട ഒരു നോവലായ ദ സ്റ്റോറി ഓഫ് ആൻ ആഫ്രിക്കൻ ഫാം, അതിലെ ഹീറോയിനാണ് ലിൻഡൽ. ഈ ലിൻഡൽ എന്ന വുമൺ ക്യാരക്ടർ ഇംഗ്ലീഷ് നോവലിലെ തന്നെ ഫസ്റ്റ് സീരിയസ് ആയ ഹീറോയിനായിട്ടാണ് വിലയിരുത്തുന്നത്. ലിൻഡലിൻ്റെ മോണോലോഗിലൂടെ, ഒറ്റക്കുള്ള സംസാരത്തിലൂടെ, തനിയെയുള്ള ഡയലോഗ്സിലൂടെ സ്ത്രീകൾ എങ്ങനെ തങ്ങളുടെ കടമകളിലേക്ക്, കർത്തവ്യങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങുന്നത് എന്നും സ്വന്തം ശരീരത്തോടുള്ള എക്സസീവ് ലവ് ഓഫ് വൺ സെൽഫ് ടുവാർഡ്സ് വൺസ് ഓൺ ബോഡി, സ്വന്തം ശരീരത്തോട് മാത്രമായുള്ള അമിതമായ സ്നേഹം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക്, പാരാസിറ്റിസം,
ഒരു സ്ത്രീക്ക് മറ്റുള്ളവരെ പൂർണ്ണമായി ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം, അതുപോലെ ഫ്രസ്ട്രേഷൻ, ഇത്തരം സാഹചര്യങ്ങളൊക്കെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതുപോലെ ലിൻഡൽ എന്ന കഥാപാത്രത്തിലൂടെ സ്ത്രീകളാണ് പുരുഷന്മാരെക്കാൾ താരതമ്യേന പ്രയാസകരമായ ജോലികൾ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നത് എന്നാണ്. ലിൻഡൽ എന്ന ഈ ഒരു വുമൺ ക്യാരക്ടർ ആ ഒരു നോവലിൽ ഒരു റിങ് ധരിക്കുകയും സ്ത്രീയാകാൻ ആഗ്രഹിക്കുന്ന, ഞാൻ ഈ ലോകത്ത് സ്ത്രീയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന പുരുഷന് ആ റിങ് നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഞാൻ സ്ത്രീയാകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഒരു പുരുഷൻ വരികയോ അല്ലെങ്കിൽ മക്കളെ പ്രസവിക്കാനും അതിൻ്റെ പ്രയാസങ്ങളും വേദനയും അനുഭവിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു പുരുഷനെയും കണ്ടെത്തിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഈ നോവലിലുടനീളം ലിൻഡൽ എന്ന ക്യാരക്ടറിൻ്റെ ലൈഫ് ടോട്ടലി ഫെയിലറാണ് എന്നാണ് പറയുന്നത്. അവസാനം അവൾ അവരുടെ ഫാം വിട്ടുപോവുകയും തൻ്റെ ലവറെ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സ്വതന്ത്രമായ ഇൻഡിപെൻഡൻറ്റ് ലൈഫ് നയിക്കാൻ വേണ്ടി അവിടെ വിട്ടു പോവുകയും ഇല്ലീഗൽ റിലേഷൻഷിപ്പിലൂടെ തനിക്കുണ്ടായ ആ കുഞ്ഞിന് ജന്മം നൽകുകയും എന്നാൽ അത് കേവലം 2 മണിക്കൂർ മാത്രം ജീവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഡെലിവറിയിൽ കുഞ്ഞിനോട് കൂടെ അവളും മരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഏറെ പ്രയാസകരമായ ജീവിതം നയിക്കുന്ന ക്യാരക്ടേഴ്സിലൂടെ പൊതുവെ സ്ത്രീകൾ ഇത്തരം ദുരിതം നിറഞ്ഞ ജീവിതമാണ് നയിക്കുന്നത് എന്നാണ് നമ്മോട് പറയാൻ ശ്രമിക്കുന്നത്. ഒലിവർ ഷ്രെയ്നറിൻ്റെ മറ്റൊരു നോവലായ ഫ്രം മാൻ ടു മാൻ എന്ന നോവലിലും ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ പ്രയാസകരമായ ജീവിതം തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ഫ്രം 1875 until her death, Shriner wrote and rewrote a long novel which was posthumously published in 1926. It was From Man to Man. It evoked with outstanding power the female psychology of a generation. ഒലിവർ ഷ്രെയ്നർ 1875 എഴുത്ത് ആരംഭിച്ച, അങ്ങനെ മരണം വരെ എഴുതുകയും റീറൈറ്റ് ചെയ്യുകയും ചെയ്ത ഒരു കൃതിയാണ് ഫ്രം മാൻ ടു മാൻ. അവർ മരിക്കുന്നത് 1920 ഡിസംബർ മാസത്തിൽ. അപ്പോൾ അത്രയും വർഷം എഴുതുകയും റീറൈറ്റ് ചെയ്യുകയും ചെയ്യേണ്ടി വന്നു അവൾക്ക്. അവരുടെ ഒരു മാനസികമായ സാമൂഹികമായ ചില സാഹചര്യങ്ങളാണ് ഇത്തരം ഒരു ദൈർഘ്യമായ കാലത്തിലേക്ക് അവൾ എത്തിക്കുന്നത്. Yes, this novel evokes with outstanding power the female psychology of a generation. Outstanding power, prominent ആയ, എക്സെപ്ഷണലി ഗുഡായ, നോട്ട് വർത്തി പവർ, എനർജി, ഒരു തലമുറയുടെ തന്നെ, ഒരു സ്ത്രീ തലമുറയുടെ മനഃശാസ്ത്രം മികച്ച രീതിയിൽ തന്നെ, ഏറ്റവും മികച്ച രീതിയിൽ അത് നമ്മെ ഉണർത്തുന്നുണ്ട്. അത്രമാത്രം മനോഹരമായിട്ടാണ് അത് എഴുതപ്പെട്ടത് എന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിലെയും ക്യാരക്ടേഴ്സൊക്കെ തന്നെ ഏറെ പ്രയാസങ്ങൾ സഹിച്ചവരായിരുന്നു, നിരവധി പീഡനങ്ങൾക്ക് ഇരയായവരായിരുന്നു. ബേബി ബേർട്ടി എന്ന് പറയുന്ന ഇതിലെ സെൻട്രൽ ക്യാരക്ടർ, അവരുടെ ട്യൂട്ടർ ഇവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നുണ്ട്. അതിനെ തുടർന്നുണ്ടായ ഗോസിപ്പ് ആൻഡ് മാലേസ്, കുപ്രചാരങ്ങളും നുണക്കഥകളും വിദ്വേഷങ്ങളും അസൂയകളും കാരണം അവൾക്ക് സൗത്ത് ആഫ്രിക്ക വിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോകേണ്ടി വന്നു. ദർ ഷീ സിങ്സ് ഇൻ ടു എ ലൈഫ് ഓഫ് സീൻ. പാപങ്ങളിൽ നിന്ന് പാപങ്ങളിലേക്ക് നടന്നെടുക്കുകയും പാപങ്ങളിൽ മുങ്ങിക്കുളിച്ച് ജീവിക്കേണ്ട ഒരു ഗതികേട് അവർക്കുണ്ടാവുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സെൻട്രൽ ക്യാരക്ടറായ റബീക്ക, അവൾ വിവാഹം കഴിക്കുകയും അതിലൂടെ മക്കളുണ്ടാകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായും ഒരു പുരുഷനെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു വല്ലാത്ത സാഹചര്യം കാരണം ആ ഒരു ജീവിതം മടുക്കുകയും അങ്ങനെ ആ ഒരു ജീവിതം അവൾക്ക് വല്ലാതെ മടുപ്പുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവളുടെ ഹസ്ബൻഡ് ഒരു അൺഫെയ്ത്ത്ഫുൾ, അതായത് അയാൾ പരസ്ത്രീ ബന്ധമുള്ളവരായിരുന്നു എന്നും അതിനാൽ തന്നെ അവരിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്താണ് പിന്നീട് അവൾ ജീവിക്കുന്നത്. ഇത്തരത്തിൽ ഒലിവർ ഷ്രെയ്നറിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ തന്നെ അസ്വസ്ഥതകൾ നിറഞ്ഞ, സങ്കടങ്ങൾ നിറഞ്ഞ കഥാപാത്രങ്ങളായിരുന്നു. ഇതിലൂടെയൊക്കെ സ്ത്രീകൾ സമൂഹത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളെയാണ് വരച്ചു വെക്കാൻ ശ്രമിക്കുന്നത്. The authenticity of her struggle touched readers, especially women readers, and awakened their deepest selves. These qualities made Shriner important for other women writers. ഒലിവർ ഷ്രെയ്നറിൻ്റെ ഈ ഒരു സ്ട്രഗിൾ, എഴുത്തിലൂടെയുള്ളൊരു സ്ട്രഗിൾ തീർച്ചയായിട്ടും വായനക്കാരെ, വുമൺ റീഡേഴ്സിനെ അതിൻ്റെ ഓതൻറ്റിസിറ്റി കാരണം വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു, അവരുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ്. ആൻഡ് അവേക്കൻഡ് ദർ ഡീപ്പസ്റ്റ് സെൽവ്സ്, അവരുടെ സ്വത്വത്തെ ഒന്നുകൂടി കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിൽ, അതിനെ ഉണർത്തുന്നതിൽ, കൂടുതൽ അവരെ ചിന്തിപ്പിക്കുന്നതിനൊക്കെ ഈ ഒലിവർ ഷ്രെയ്നറിൻ്റെ എഴുത്തുകൾ അവർക്ക് പ്രചോദനമായിട്ടുണ്ട്.
ഒളിവർ ഷ്രെയ്നറിൻ്റെ ഈ ഒരു എഴുത്തിൻ്റെ ഇത്തരം ക്വാളിറ്റീസ് തന്നെയാണ് മറ്റ് വുമൺ റൈറ്റേഴ്സിന് അവർ ഏറ്റവും പ്രിയപ്പെട്ടവരാകാൻ കാരണം. ഡോറിസ് ലെസ്സിങ് എന്ന റീഡർ പങ്കുവെക്കുന്നത് പോലെ ആഫ്രിക്കൻ ഫാം എന്ന കൃതിയാണ്, എന്ന നോവലാണ് ഞാൻ ആദ്യം വായിച്ചത് എന്നും ഇറ്റ് ഈസ് ഇൻസ്റ്റില്ലിംഗ് ടു ഹെർ എ പാഷനേറ്റ് ഡിസയർ ഫോർ ഗ്രോത്ത് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. തന്നെയും മറ്റുള്ളവരെയൊക്കെ മനസ്സിലാക്കാൻ, സ്ത്രീകളുടെ വികാരങ്ങളും ചിന്തകളും ജീവിത കൃത്യമായി മനസ്സിലാക്കാനും അതിൽ നിന്നൊക്കെ ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ തനിക്ക് പ്രചോദനമായതും ഇവരുടെ ആഫ്രിക്കൻ ഫാം എന്ന കൃതിയാണ്, ഒളിവർ ഷ്രെയ്നറിൻ്റെ എഴുത്താണ് എന്നവർ ഓർമ്മിക്കുന്നുണ്ട്. ആൻഡ് ഇൻ ഷോർട്ട്, ഹെർ ഹീറോയിൻസ് ഫ്രം ഹെർ നോവൽസ് ആർ ടിമിഡ് ആൻഡ് അൺഅഡ്വെഞ്ചറസ്. അവരുടെ നോവലിലെ ഹീറോയിൻസുകളൊക്കെ തന്നെ ഭയമുള്ളവരാണ്, ജീവിക്കാൻ ഭയമുള്ളവരും സാഹസികത്വമില്ലാത്ത, ധൈര്യമില്ലാത്ത, പോരാടാൻ കഴിയാത്തവരുമായിരുന്നു. ലിൻഡൽ ഡൈസ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത്. നാം കണ്ട ലിൻഡൽ എന്ന ഹീറോയിൻ അവർ ചൈൽഡ് ബർത്തിനോട് കൂടി മരണമടയുന്നു. അതുപോലെ ബേബി ബേർട്ടി മീറ്റ്സ് എ ഫേറ്റ് വേഴ്സ് ദാൻ ഡെത്ത്. മരണത്തേക്കാൾ വളരെ ദുഃഖം നിറഞ്ഞ, സങ്കടം നിറഞ്ഞ, വേഴ്സായ ഒരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് റബീക്ക ഡേ ഡ്രീംസ്. പകൽ സ്വപ്നത്തിലൂടെ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഇത്തരത്തിലുള്ള സമൂഹത്തിൽ ഏറ്റവും പ്രയാസം നിറഞ്ഞ ഹീറോയിൻസുകളെയാണ് ഒളിവർ ഷ്രെയ്നറിൻ്റെ നോവൽസിലൂടെ നാം കാണുന്നത്. നെക്സ്റ്റ് വി വർ ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ സാര ഗ്രാൻറ്റ്, എ prominent feminist writer of that time. Yes, like Oliver Schreiner, Sarah Grant came from a silent culture and made herself a novelist through sheer force of her will. നേരത്തെ നാം പരിചയപ്പെട്ട ഒളിവർ ഷ്രെയ്നറെ പോലെ ആ കാലത്തെ ഫേമസ് ആയ മറ്റൊരു ഫെമിനിസ്റ്റ് റൈറ്ററാണ് സാര ഗ്രാൻറ്റ്. ഒളിവർ ഷ്രെയ്നറിനെ പോലെ സൈലൻ്റ് കൾച്ചറിൽ നിന്ന് വന്ന ഒരുപാട് പ്രയാസങ്ങളൊക്കെ സഹിച്ച ഒരു റൈറ്ററാണ് സാര ഗ്രാൻറ്റ്. എന്നാൽ അവർ അവരുടെ ഇച്ഛാശക്തി കൊണ്ട്, മനഃശക്തി കൊണ്ട് ഒരു പ്രമുഖയായ നോവലിസ്റ്റായി മാറുകയുണ്ടായി. അവരൊരു ഓൾഡർ മാൻ വിവാഹം ചെയ്യുകയും എന്നാൽ 1890 അവർ ഡൈവേഴ്സ് ആവുകയും ചെയ്തു. അവർ അവരുടെ ജീവിതത്തിൽ ഒരുപാട് അൺഹാപ്പി സീരീസ് ഓഫ് ഈവൻസിലൂടെ കടന്നു പോവുകയുണ്ടായി. എന്നാൽ അതിൽ നിന്നെല്ലാം കിട്ടിയ ധൈര്യവും ആത്മബലവും കാരണം ശക്തയായൊരു വ്യക്തിത്വമായി മാറുകയും അവർ ഒരു ഗ്രേറ്റ് ടീച്ചർ ആൻഡ് വുമൺ ഓഫ് ജീനിയസ് ആയി മാറുകയും ചെയ്തു എന്നതാണ്. ആൻഡ് ഹെർ മോസ്റ്റ് സക്സസ്ഫുൾ നോവൽ ഈസ് ദ ഹെവൻലി ട്വിൻസ്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1893 ആൻഡ് ഫസ്റ്റ് വീക്കിൽ തന്നെ 20,000 കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടു എന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ സ്ട്രോങ് ഫെമിനിസ്റ്റ് നോവൽ. ഇതിൽ പ്രധാനമായും സെക്സ് റോൾ കണ്ടീഷനിങ്, അതുപോലെ തന്നെ വെനറൽ ഡിസീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ വുമൻസ് റൈറ്റ് ടു ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തോടു കൂടി അവരുടേതായ സ്ത്രീകളുടേതായ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാനുള്ള അവകാശത്തെപ്പറ്റി, അത്തരം സങ്കല്പത്തെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. ഈ ഒരു നോവലിലെ പ്രധാനപ്പെട്ട രണ്ട് ക്യാരക്ടേഴ്സാണ് അഞ്ജലിക്ക ആൻഡ് ഡിവോള. ദേ ആർ ട്വിൻസ് ആൻഡ് ദേ ആർ റെപ്രസെൻറ്റഡ് ആസ് എ ആഞ്ചലിക് ഫീമെയിൽ ആൻഡ് ഡെവിലിഷ് മെയിൽ. ആഞ്ചലിക്ക ഒരു വുമൺ ക്യാരക്ടറാണ്. അവർ മാലാഖയായ ഫീമെയിൽ ക്യാരക്ടറായി, മാലാഖയുടെ സ്വഭാവം കാണിക്കുന്ന ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. എന്നാൽ ഡിവോളോ ഒരു ഡെവിലിഷ് മെയിലിനെ, പൈശാചിക സ്വഭാവമുള്ള പുരുഷനായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. എന്നാൽ ഈ ഒരു നോവലിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഡിസ്കസ് ചെയ്യുന്ന മറ്റു രണ്ട് ക്യാരക്ടേഴ്സാണ് എഡിത്ത് ആൻഡ് എവിഡൻ. യെസ്, ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദി നോവൽ ഡീൽസ് വിത്ത് ദ ടോർച്ചർ ഓഫ് 2 യങ് ബ്രൈഡ്സ്, എഡിത്ത് ആൻഡ് എവിഡൻ, ഇൻ ദി സെയിം ടൗൺ. നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ നടന്ന അതേ ടൗണിൽ തന്നെ 2 യങ് ബ്രൈഡ്സ്, എഡിത്ത് ആൻഡ് എവിഡൻ, ഇവർക്കുണ്ടായ ടോർച്ചറാണ് ഈ നോവലിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഡിസ്കസ് ചെയ്യുന്നത്. എഡിത്ത്, ഹു വാസ് പ്യൂർലി റിലീജിയസ് ആൻഡ് കൺവെൻഷണൽ, മാരീസ് എ സിഫിലിറ്റിക് ഓഫീസർ മോസ്ലി മെൻറ്റീത്ത് ആൻഡ് എൻഡ് അപ്പ് വിത്ത് എ ഡിസീസ്ഡ് ചൈൽഡ് ആൻഡ് മെൻ്റൽ ഡിറ്റോറിയേഷൻ. എഡിത്ത് പ്യൂർലി റിലീജിയസ് ആയ ആൻഡ് കൺവെൻഷണൽ ക്യാരക്ടറാണ്. ഇതിന് ഒരു സിഫിലിറ്റിക് രോഗബാധിതനായ, ലൈംഗിക സംബന്ധമായ രോഗം ബാധിച്ച മോസ്ലി മെൻറ്റീത്ത് എന്ന ഓഫീസറെയാണ് മാരേജ് ചെയ്യുന്നത്. പക്ഷേ അതുവഴി ഒരു രോഗം ബാധിച്ച കുഞ്ഞ് ജനിക്കുകയും ഈ ഒരു കഠിന ദുഃഖം കാരണം, അസ്വസ്ഥതകൾ കാരണം പിന്നീട് അവർ മരിക്കുകയാണ് ഉണ്ടാകുന്നത്. ദെൻ നെക്സ്റ്റ് ക്യാരക്ടറാണ് എവിഡൻ, ഹു ഈസ് എഡ്യൂക്കേറ്റഡ് മാരി മേജർ ജോർജ് കോൾക്കോഹോൺ. ഹി വാസ് unchaste and she refuses to consummate her marriage and lives platonically with him to avoid scandal.
അറ്റ് ലാസ്റ്റ് ഷീ സിക്കൻസ് ഫ്രം സെക്ഷൽ ഫ്രസ്ട്രേഷൻ. എവിഡൻ ഒരു എഡ്യൂക്കേറ്റഡ് ക്യാരക്ടറാണ്. അവളൊരു മേജറിനെയാണ് വിവാഹം കഴിക്കുന്നത്. ബട്ട് ഹി വാസ് അൺചാസ്റ്റ്, നോട്ട് ചാസ്റ്റ്, ചാസ്റ്റിറ്റി ഇല്ലാത്ത, ഡീസൻ്റ് അല്ലാത്ത, മോറലി പ്യൂർ അല്ലാത്ത മറ്റു സ്ത്രീകളുമായി ബന്ധമുള്ള ആളാണെന്ന് പിന്നീട് അവൾ തിരിച്ചറിയുകയാണ്. സോ ഷീ റെഫ്യൂസ്ഡ് ടു കൺസ്യൂമേറ്റ് ഹെർ മാരേജ്. അതുകൊണ്ട് തന്നെ ഒരു മാരേജുമായി പൊരുത്തപ്പെട്ടു പോകാൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയായി മുന്നോട്ട് പോകാൻ, ഒരു കുടുംബജീവിതം നയിക്കാൻ അവൾ താല്പര്യമില്ല എന്ന് അറിയിക്കുകയും ബട്ട് ഷീ ലൈവ്സ് പ്ലാറ്റോണിക്കലി വിത്ത് ഹിം ടു അവോയ്ഡ് സ്കാൻഡൽ. നാണക്കേട്, മാനഹാനി ഇല്ലാതാവാൻ വേണ്ടി ഭാര്യയും ഭർത്താവുമായി അല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിച്ചു കൊണ്ട് ജീവിക്കാൻ അവൾ തീരുമാനിക്കുന്നു. നെയ്തർ സെക്ഷൽ ഓർ റൊമാൻറ്റിക് അല്ലാതെ പ്ലാറ്റോണിക് ലവായി, കേവലം ഒരു പ്ലാറ്റോണിക് ലവ് എക്സിബിറ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് ജീവിച്ചു തീർക്കാൻ അവൾ ആഗ്രഹിക്കുന്നു. അറ്റ് ലാസ്റ്റ് ഷീ സിക്കൻസ് ഫ്രം സെക്ഷൽ ഫ്രസ്ട്രേഷൻ. അങ്ങനെ അവസാനം അത്തരം നിരാശയിൽ നിന്നൊരു പ്രയാസകരമായ ദുരിതപൂർണമായ ജീവിതമായിരുന്നു അവൾക്കും ഉണ്ടായിരുന്നത്. ദെൻ സാറ ഗ്രാൻറ്റിൻ്റെ മറ്റൊരു നോവലാണ് ദ ബെത്ത് ബുക്ക്. 1898 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. എസ് ഗ്രാൻറ്റ് ഡ്രൂ ഹെർ ലൈഫ് ടു ഡിസ്ക്രൈബ് ദ ക്രിയേറ്റീവ് സൈക്കോളജി ഓഫ് ദി വുമൺ. ഹിയർ ത്രൂ ദിസ് നോവൽ സാറ ഗ്രാൻറ്റ് അവരുടെ ജീവിതം തന്നെ പറഞ്ഞുകൊണ്ട് ഒരു വുമൺ റൈറ്ററുടെ സർഗമനഃശാസ്ത്രത്തെ എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഹിയർ അനദർ വുമൺ റൈറ്റർ, ജോർജ് എഗർട്ടൺ. Yes, she's another woman writer of the 90s. Showalter analyzed the Egerton's two short stories titled Keynotes and Discords, which dealt with intensely observed fragments of female experiences and disillusion. അക്കാലത്തെ മറ്റൊരു വുമൺ റൈറ്ററാണ് ജോർജ് എഗർട്ടൺ. നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഇവരും ചില ഷോർട്ട് സ്റ്റോറികളൊക്കെ എഴുതിയിട്ടുണ്ട്. കീ നോട്ട്സ് ആൻഡ് ഡിസ്കോഡ്സ്, അതാണ് ഇവരുടെ രണ്ട് പ്രധാനപ്പെട്ട ഷോർട്ട് സ്റ്റോറീസ്. വിച്ച് ഡെൽറ്റ് വിത്ത് ഇൻറ്റൻസ്ലി ഒബ്സർവ്ഡ് ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ഫീമെയിൽ എക്സ്പീരിയൻസസ് ആൻഡ് ഡിസില്യൂഷൻസ്. ഈ ഷോർട്ട് സ്റ്റോറികളൊക്കെ തന്നെ സ്ത്രീകളുടെ അനുഭവങ്ങളുടെ, വളരെ കൃത്യമായി തീവ്രമായി ഒബ്സർവ് ചെയ്യപ്പെട്ട സ്ത്രീകളുടെ ചില അനുഭവങ്ങളും അതുപോലെ മിഥ്യാധാരണകളിൽ നിന്നും അബദ്ധ സങ്കല്പങ്ങളിൽ നിന്നുള്ള മോചനത്തെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. Yes, in short, these feminists represents a turning point in female tradition which begin with sense of unity and sense of mission and ends with the dream of finding higher female truth. ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത ഫെമിനിസ്റ്റ് റൈറ്റേഴ്സും അവരുടെ എഴുത്തിലുമൊക്കെ ഉന്നം വച്ചിരിക്കുന്നത് സ്ത്രീകളുടെ ഉന്നമനമായിരുന്നു. ആ കാലത്തെ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ്. യെസ്, ദീസ് ഫെമിനിസ്റ്റ് റെപ്രസെൻറ്റ് ടേണിംഗ് പോയിൻറ്റ് ഇൻ ഫീമെയിൽ ട്രഡീഷൻ. സ്ത്രീകളുടെ പാരമ്പര്യത്തിൽ നിന്ന് ഒരു നല്ല രീതിയിലുള്ള ഉയർച്ചയും മാറ്റവും പുരോഗതിയാണ്. അതെല്ലാ സ്ത്രീകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു യൂണിറ്റിയോട് കൂടി അത്തരമൊരു ദൗത്യത്തോടു കൂടിയാണ് അവർ എഴുത്തുകളൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഹയർ സെൻസ് ഓഫ് ഫീമെയിൽ ട്രൂത്തിൻ്റെ അത്തരം ഉന്നതമായ സ്ത്രീകളുടെ ജീവിതത്തെ സ്വപ്നം കണ്ടു തന്നെയാണ്, അതിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് അവരൊക്കെ എഴുത്തുകളൊക്കെ അവസാനിപ്പിക്കാറും ചെയ്യാറുണ്ടായിരുന്നത്. ഓക്കെ, നമ്മുടെ ഈ സെക്കൻഡ് ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ 2 വീഡിയോകളിലായി നമ്മൾ പരമാവധി ഷോർട്ടാക്കിയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വുമൺസ് റൈറ്റിങ്ങിൻ്റെ ഫസ്റ്റ് സെഷനിലുള്ള പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ മറ്റു സെക്ഷനിലെ ക്വസ്റ്റ്യൻസൊക്കെ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.